ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സഹകാരി റേസ് പ്ലസിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ് ആണ് അല്ലേ. അതിൽ ഇൻട്രൊഡക്ഷൻ പാർട്ട് നമ്മൾ കഴിഞ്ഞു. നമ്മൾ അടുത്ത ഒരു പാർട്ടിലേക്ക് വരികയാണ്, ഫണ്ട് ഫ്ലോ അനാലിസിസ്. നമ്മൾ ചാപ്റ്റർ വൈസ് നോക്കുകയാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് ചാപ്റ്ററിനകത്താണ് നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിംഗ് എന്താണെന്നും അതുപോലെ തന്നെ മാനേജ്മെന്റ് അക്കൗണ്ട് യൂസ്, ഫീച്ചേഴ്സ്, പിന്നെന്താ കമ്പാരിസൺ, മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും അതർ ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ്ങും തമ്മിലുള്ള കമ്പാരിസണും, പിന്നെ മാനേജ്മെന്റ് അക്കൗണ്ടന്റ് ആരാണ്, അതുപോലെ തന്നെ മാനേജ്മെന്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റം എന്താണ്, അങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇവിടെ പഠിച്ചു, ഇൻട്രൊഡക്ഷനിൽ പഠിച്ചു. ഇനി നമ്മൾ രണ്ടാമതായിട്ട് അതിന്റെ പാർട്ടിൽ വരുന്നതാണ്, അല്ലെങ്കിൽ രണ്ടാമത്തെ ചാപ്റ്റർ നമുക്ക് പറയാം എന്താണ്, ഫണ്ട് ഫ്ലോ അനാലിസിസ് ആണ് വരുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫണ്ട് ഫ്ലോ അനാലിസിസ് എന്നാൽ എന്ത്, അതുപോലെ തന്നെ ഫണ്ട് എന്നാൽ എന്ത്, അതുപോലെ തന്നെ എങ്ങനെയാണ് ഫ്ലോ വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ കുറച്ച് ക്ലാസ്സുകളിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്നൊക്കെ ജസ്റ്റ് സൂചിപ്പിച്ചിരുന്നു അല്ലേ. അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന ക്ലാസ്സുകളാണ് ഇനി അങ്ങോട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ മെയിൻ ടോപ്പിക് ആണ് ഫണ്ട് ഫ്ലോ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഫണ്ട് ഫ്ലോ എന്ന് പറയുമ്പോൾ എന്താണ്, ഫണ്ടിന്റെ ഫ്ലോ അതിനെ അനലൈസ് ചെയ്യാണ് ഇവിടെ ഫണ്ട് ഫ്ലോ അനാലിസിസിലൂടെ. അപ്പോൾ എന്താണ് ഫണ്ട് എന്നറിയണം, ഫണ്ട് എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്, ഫണ്ടിന് ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും ഉണ്ട്, അതെങ്ങനെയാണ് എന്നറിയണം. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. ഫണ്ട് ഫ്ലോ അനാലിസിസ് എന്താണ്, നമുക്കൊരു ഇൻട്രൊഡക്ഷൻ നോക്കാം. എന്തുകൊണ്ടാണ് ഈ ഫണ്ട് ഫ്ലോയെ അനാലിസിസ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഫണ്ടിന്റെ ഫ്ലോയെ എന്തിനാണ് നമ്മൾ അനാലിസിസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം നമുക്ക് അറിയണം അല്ലേ. നമ്മൾ ഓൾറെഡി ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്ന ആ ഒരു ബ്രാഞ്ച് ഓഫ് അക്കൗണ്ടിങ് പറഞ്ഞു. അവിടെ നമ്മൾ തയ്യാറാക്കുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളാണ് എന്ന് നമ്മൾ പഠിച്ചതാണ് അല്ലേ. അവിടെ ഏതൊക്കെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകളാണ് തയ്യാറാക്കുന്നത്, ഇൻകം സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ പൊസിഷൻ സ്റ്റേറ്റ്മെന്റും ആണ്. ഒരു ബിസിനസിന്റെ നെറ്റ് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇൻകം അതറിയാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഇൻകം സ്റ്റേറ്റ്മെന്റും, അതുപോലെ തന്നെ പൊസിഷൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് അഥവാ ബാലൻസ് ഷീറ്റ് എന്നും നമ്മൾ ഇവിടെ പഠിച്ചിരുന്നു. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഫൈനൽ അക്കൗണ്ട് ഓഫ് എ സോൾ ട്രേഡറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലേ. അപ്പൊ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുമ്പം എങ്ങനെയാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ മാനേജ്മെന്റിന് ഡിസിഷൻസിന് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷനിൽ ഫണ്ട് ഫ്ലോ അനാലിസിസ് വരുന്നത് എന്നാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കാം. ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ദാറ്റ് ഈസ് ദ ബാലൻസ് ഷീറ്റ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റിവീൽ ദ നെറ്റ് എഫക്ട് ഓഫ് ദി വേരിയസ് ട്രാൻസാക്ഷൻ ഓൺ ദി ഓപ്പറേഷൻസ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദി കമ്പനി. എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ പഠിച്ചതാണ്. ഏതൊക്കെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിനകത്ത് വരുന്നത്, ബാലൻസ് ഷീറ്റും അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അല്ലേ. അത് എന്താണ് റിവീൽ ചെയ്യുന്നത്, ഒരു ബിസിനസിന്റെ നെറ്റ് എഫക്ട്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സിനകത്ത് ഉണ്ടാകുന്ന ട്രാൻസാക്ഷൻസിന്റെ നെറ്റ് എഫക്ട് എന്താണ്, അതുപോലെ തന്നെ ആ ബിസിനസിന്റെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, ഈ രണ്ട് കാര്യങ്ങളാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വഴി നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആയിട്ടുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എന്നാണ്. അപ്പോൾ ആ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും വഴി ആ ബിസിനസിന്റെ നെറ്റ് എഫക്ട് ഓഫ് വേരിയസ് ട്രാൻസാക്ഷൻ, അതായത് പല ട്രാൻസാക്ഷൻ കൊണ്ട് ആ ബിസിനസ്സിനുണ്ടായ നെറ്റ് എഫക്ട് എത്രയാണ് എന്നും അതുപോലെ തന്നെ ആ കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ് എന്നും മനസ്സിലാകുന്നു. അതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വഴിയാണ് നെറ്റ് എഫക്ട് കണ്ടുപിടിക്കുന്നത്. അതുപോലെ തന്നെ ബാലൻസ് ഷീറ്റ് വഴിയാണ് എന്ത് കണ്ടുപിടിക്കുന്നത്, ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കുന്നത്. അതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും, ബാലൻസ് ഷീറ്റും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും. ബാലൻസ് ഷീറ്റ് വഴി കമ്പനിയുടെ ഫിനാൻഷ്യൽ പൊസിഷൻ കണ്ടുപിടിക്കുമ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വഴി എന്താണ്, ബിസിനസിന്റെ ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന നെറ്റ് എഫക്ട്, ഒന്നുകിൽ അത് നെറ്റ് പ്രോഫിറ്റ് ആകാം അല്ലെങ്കിൽ നെറ്റ് ലോസ് ആകാം. ഇത് രണ്ടുമാണ് നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വഴി കണ്ടുപിടിക്കുന്നത് അല്ലേ. ഇനി നമുക്ക് നോക്കാം. ദ ബാലൻസ് ഷീറ്റ് ഗീവ്സ് എ സമ്മറി ഓഫ് ദി അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി ഓഫ് ആൻ അണ്ടർടേക്കിംഗ് അറ്റ് എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. എന്താണ്, ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ നമ്മുടെ ബിസിനസ്സിൽ എത്രമാത്രം അസറ്റുകളും ലയബിലിറ്റീസും ഉണ്ട് അത് കാണിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഏതെന്ന് പറയുന്നത്, ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈമിൽ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ നമ്മുടെ ബിസിനസ്സിൽ എത്രമാത്രം അസറ്റുകളും എത്രമാത്രം ലൈബിലിറ്റീസും ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് തയ്യാറാക്കുന്നത്, ബാലൻസ് ഷീറ്റ് തയ്യാറാക്കുന്നത്. അപ്പോൾ ബാലൻസ് ഷീറ്റ് എന്ന് പറയുന്നത് എന്താണ്, സമ്മറി ഓഫ് അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ഓഫ് ദി കമ്പനി ആണ്. അപ്പോൾ ഒരു കമ്പനിയുടെ അസറ്റുകളും ലൈബിലിറ്റീസിന്റെയും സമ്മറി ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്, ബാലൻസ് ഷീറ്റ് ആണ്. അതൊന്നും മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ പാർട്ടല്ല, നമ്മൾ അതിലേക്ക് എത്തുകയാണ്, ഫണ്ട് ഫ്ലോ അനാലിസിസിലേക്ക് എത്തുകയാണ്. ഇതൊക്കെ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിന്റെ പാർട്ടാണ് കേട്ടോ. ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് റിഫ്ലക്ട് ദ റിസൾട്ട് ഓഫ് ദി ബിസിനസ് ഓപ്പറേഷൻ
ഓപ്പറേഷൻ ഫോർ എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം. ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ രണ്ടാമത്തെ അക്കൗണ്ട് ഏതാണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്താണ് റിഫ്ലക്ട് ചെയ്യുന്നത്? ദ റിസൾട്ട് ഓഫ് ദി ബിസിനസ്. എന്താണ്? നെറ്റ് റിസൾട്ട് അല്ലെങ്കിൽ ഓപ്പറേഷണൽ റിസൾട്ട് ഓഫ് ദി ബിസിനസ് ഫോർ എ പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈം ആണ്. ബോത്ത് ദിസ് സ്റ്റേറ്റ്മെന്റ് പ്രൊവൈഡ് ദ എസെൻഷ്യൽ ബേസിക് ഇൻഫർമേഷൻ ഓൺ ദി ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് എ ബിസിനസ്. ഈ രണ്ട് സ്റ്റേറ്റ്മെന്റുകളും നമുക്ക് എന്താണ് കാണിച്ചു തരുന്നത്? ഒരു ബിസിനസിന്റെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസിൽ നിന്നുണ്ടായ ബേസിക് ഇൻഫർമേഷൻ, എസെൻഷ്യൽ ആയിട്ടുള്ള ബേസിക് ഇൻഫർമേഷൻ ആണ് ഈ രണ്ട് സ്റ്റേറ്റ്മെന്റും നൽകുന്നത്. ബട്ട് ദെയർ യൂസ്ഫുൾനെസ് ഈസ് ലിമിറ്റഡ് ടു ദി അനാലിസിസ് ആൻഡ് പ്ലാനിംഗ് പർപ്പസ്. പക്ഷെ എന്താണ് ഇതിന്റെ യൂസ് എന്ന് പറയുന്നത്? എന്തിനൊക്കെ വേണ്ടിയിട്ട് മാത്രം ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്? അനാലിസിസ് ആൻഡ് പ്ലാനിംഗ് പർപ്പസിലേക്ക് വേണ്ടി മാത്രം ലിമിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇത് മാത്രമല്ല നമുക്ക് വേണ്ടത്, അവിടെയാണ് നമ്മുടെ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ ഒരു ആവശ്യകത വരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ഫണ്ട് ഫ്ലോ അനാലിസിസ് നടത്തുന്നത്. ഓക്കെ, ദ ബാലൻസ് ഷീറ്റ് ഗീവ് എ ക്ലിയർ വ്യൂ ഓഫ് റിസോഴ്സസ് ഓഫ് എ ബിസിനസ്. എന്താണ്? ബാലൻസ് ഷീറ്റിൽ നമുക്ക് മനസ്സിലാവും നമ്മുടെ ബിസിനസ്സിൽ എവിടെ നിന്നൊക്കെയാണ് ഫണ്ട് വന്നത്, അല്ലെങ്കിൽ ഏതാണ് നമ്മുടെ റിസോഴ്സസ് അല്ലെങ്കിൽ ലൈബിലിറ്റീസ് എന്നും, അതുപോലെ തന്നെ ആ ലൈബിലിറ്റീസ് അല്ലെങ്കിൽ ആ റിസോഴ്സസുകൾ ഉപയോഗിച്ചത് എവിടേക്കാണ്, ഉപയോഗിക്കുമ്പോൾ എന്താണ് അസറ്റുകൾ വാങ്ങിക്കാനാണ് ഉപയോഗിക്കുന്നത്, അപ്പൊ ആ അസറ്റുകൾ എന്താണ് എന്നും നമുക്ക് എന്താണ് ഒരു ക്ലിയർ ആയിട്ടുള്ള ഐഡിയ കിട്ടുകയാണ്. ദ ബാലൻസ് ഷീറ്റ് ഗീവ്സ് എ ക്ലിയർ വ്യൂ ഓഫ് ദി റിസോഴ്സസ് ഓഫ് എ ബിസിനസ് ആൻഡ് ദ യൂസ് ടു വിച്ച് ദീസ് റിസോഴ്സസ് ഹാവ് ബീൻ പുട്ട് അറ്റ് എ സർട്ടൻ പോയിന്റ് ഓഫ് ടൈം. ഒരു പർട്ടിക്കുലർ ടൈമിൽ നമ്മുടെ ബിസിനസ്സിന് എവിടെ നിന്നൊക്കെയാണ് റിസോഴ്സസ് കിട്ടിയത്, അതാണ് ലൈബിലിറ്റി. ആ ലൈബിലിറ്റി ഉപയോഗിച്ച് നമ്മൾ എന്തൊക്കെയാണ് വാങ്ങിച്ചത് എന്നുള്ള കാര്യം എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ക്ലിയർ വ്യൂ നൽകുന്നത് സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ബാലൻസ് ഷീറ്റ് ആണ്. ബട്ട് ഇറ്റ് ഡസ് നോട്ട് ഡിസ്ക്ലോസ് ദ കോസ് ഫോർ ചേഞ്ചസ് ഇൻ അസറ്റ്സ് ആൻഡ് ലൈബിലിറ്റീസ് ബിറ്റ്വീൻ ടു ഡിഫറെന്റ് പോയിന്റ് ഓഫ് ടൈം. പക്ഷേ ഇത് എന്ത് നൽകുന്നില്ല? ഒരു പർട്ടിക്കുലർ പീരീഡിലെ അസറ്റും ലൈബിലിറ്റീസും നൽകുന്നുണ്ട്, പക്ഷെ എന്ത് നൽകുന്നില്ല? രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള പീരീഡിലെ അസറ്റും ലൈബിലിറ്റീസും എടുക്കുമ്പോൾ അവിടെ ഒരു ചേഞ്ച് കാണുമല്ലോ. ആ ചേഞ്ചിനുണ്ടായ കാരണം എന്താണ് എന്ന് ആര് നൽകുന്നില്ല? ബാലൻസ് ഷീറ്റ് ഒരു ആൻസർ നൽകുന്നില്ല. അപ്പൊ എന്താണ് പറഞ്ഞത്? ഒരു പർട്ടിക്കുലർ പീരീഡിലെ അസറ്റും ലൈബിലിറ്റീസും നമ്മുടെ ബാലൻസ് ഷീറ്റിൽ കാണും, പക്ഷെ ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് പീരീഡിലെ അസറ്റും ലൈബിലിറ്റീസും നോക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ഡിഫറൻസ്, ചിലപ്പോൾ അസറ്റ് കൂടുകയോ ലൈബിലിറ്റി കുറയുകയോ തിരിച്ചൊക്കെ സംഭവിക്കാം അല്ലേ. അപ്പൊ ആ ഡിഫറൻസ് എന്തുകൊണ്ടാണ് വന്നത് എന്നുള്ള എന്താണ് ക്വസ്റ്റ്യൻ അവിടെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അതിനൊരു ക്ലിയർ വ്യൂ ആര് നൽകുന്നില്ല? ബാലൻസ് ഷീറ്റ് നൽകുന്നില്ല. ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഇൻ ജനറൽ ഇൻഡിക്കേറ്റ് ദ റിസോഴ്സസ് പ്രൊവൈഡഡ് ബൈ ഓപ്പറേഷൻ. അതുപോലെ തന്നെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എന്തുണ്ട്? നമ്മുടെ ഓപ്പറേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിസോഴ്സസുകൾ അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന റിസൾട്ടുകൾ ഉണ്ട്. പക്ഷെ എന്തില്ല? ബട്ട് ദെയർ ആർ മെനി ട്രാൻസാക്ഷൻ ടേക്ക് ടു പ്ലേസ് ഇൻ അണ്ടർടേക്കിംഗ് വിച്ച് ഡു നോട്ട് ഫൈൻഡ് എ പ്ലേസ് ഇൻ ദി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. എന്താ പറഞ്ഞത്? ഒരു പർട്ടിക്കുലർ പീരീഡിലെ റിസോഴ്സസുകളായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങൾ, ജനറൽ ആയിട്ട് വരുന്ന കാര്യങ്ങൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഉണ്ട്. പക്ഷെ എന്തില്ല? നമ്മുടെ ചില കാര്യങ്ങൾ, ചില ട്രാൻസാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളൊന്നും എവിടെ ഇല്ല? നമ്മുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇല്ല. അപ്പൊ ബാലൻസ് ഷീറ്റിലും കുറച്ച് മിസ്റ്റേക്ക് എന്നല്ല, കുറച്ച് കാര്യങ്ങൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും ചില കാര്യങ്ങൾ നമുക്ക് കിട്ടുന്നില്ല. Therefore, another statement has to be prepared to show the changes in assets and liabilities. Changes in assets and liabilities from the end of 1 year to the end of next year. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിലാണ്, അതായത് ബാലൻസ് ഷീറ്റിൽ ഈ രണ്ട് പീരീഡിൽ എന്താണ് ചേഞ്ചസ് കാണിക്കുന്നില്ല, അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കുമ്പോൾ ചില കാര്യങ്ങൾ കാണുന്നില്ല. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് വരയ്ക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവുകയാണ് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്ത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്? അസറ്റുകളും ലൈബിലിറ്റീസിനും വന്ന ചേഞ്ച് രണ്ട് പീരീഡ് എടുക്കുമ്പോൾ, അതായത് ഒരു പീരീഡിന്റെ എൻഡും വേറൊരു പീരീഡിന്റെ എൻഡും, അതായത് രണ്ട് പീരീഡ് എടുക്കുമ്പോൾ അവിടെ വന്നിട്ടുള്ള അസറ്റുകളുടെയും ലൈബിലിറ്റീസിന്റെയും ചേഞ്ചസ് എന്താണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റും കൂടി തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. ദ സ്റ്റേറ്റ്മെന്റ് ഈസ് കോൾഡ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻ ഓർ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഇവിടെയാണ് നമ്മുടെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് വരുന്നത്. എന്താണ് ഇതിനു വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം
ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ സ്റ്റേറ്റ്മെന്റുകളെ പറ്റിയിട്ട് പറഞ്ഞിട്ട് അവിടെ ഒരു എന്താണ് ലൂപ്പ് ഹോൾ വന്നത് കൊണ്ട് അതിനെ മറികടക്കാൻ വേണ്ടിയിട്ടാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ എന്ത് വന്നത്, പുതിയൊരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ തയ്യാറാക്കാൻ പറഞ്ഞത്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ തയ്യാറാക്കുമായിരുന്നു? ഇൻകം സ്റ്റേറ്റ്മെന്റും അതുപോലെ തന്നെ പൊസിഷൻ സ്റ്റേറ്റ്മെന്റും അല്ലേ. ഇൻകം സ്റ്റേറ്റ്മെന്റിൽ നമ്മൾ എന്താണ് ബിസിനസിന്റെ നെറ്റ് റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഇൻകം സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കിയത്. അതുപോലെ തന്നെ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് എന്തിനാണ്? ബിസിനസിന്റെ അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പീരീഡിൽ നമുക്കുള്ള അസറ്റും ലൈബിലിറ്റീസും ഫിനാൻഷ്യൽ പൊസിഷൻ ട്രൂ ആയിട്ട് അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് വ്യൂ ചെയ്യാനാണ് നമ്മൾ ബാലൻസ് ഷീറ്റ് അല്ലെങ്കിൽ നമ്മുടെ പൊസിഷൻ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കിയത്. ദെൻ അതിനുശേഷം ഇതിന് രണ്ടിനും ഉള്ള ഒരു ഡ്രോബാക്ക് നമ്മൾ പറഞ്ഞു. ബാലൻസ് ഷീറ്റിനകത്ത് ഒരു പർട്ടിക്കുലർ പീരീഡിലെ അസറ്റും ലൈബിലിറ്റീസും കാണിക്കുന്നുണ്ട് എങ്കിലും രണ്ട് ഡിഫറെന്റ് പീരീഡിൽ നമ്മുടെ അസറ്റിനും ലൈബിലിറ്റീസിനും വന്ന ചേഞ്ചസിനെ പറ്റിയിട്ട് ഡീറ്റെയിൽസ് ഒന്നും ഇവിടെ കിട്ടുന്നില്ല, ബാലൻസ് ഷീറ്റിൽ കിട്ടുന്നില്ല. അതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എടുക്കുകയാണെങ്കിൽ ബിസിനസിന്റെ നെറ്റ് റിസൾട്ട് വരുന്നുണ്ട്, പക്ഷേ ചില കാര്യങ്ങളൊന്നും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഇല്ല. അപ്പൊ ഇതിന് രണ്ടിനെയും മറികടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്തതായിട്ടൊരു സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കേണ്ടി വരുന്നുണ്ട്. അവിടെയാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ടൂൾ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ എന്താണ് ആ ഒരു വ്യാപ്തി നമ്മൾ മനസ്സിലാക്കുന്നത്. അതിനു വേണ്ടിയിട്ട് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു രണ്ട് പർട്ടിക്കുലർ പീരീഡിലെ അല്ലെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള രണ്ട് പീരീഡിൽ എടുക്കുമ്പോൾ അസറ്റുകൾക്കും ലൈബിലിറ്റീസിനും വന്ന ചേഞ്ചസ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാക്കുന്ന അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഏതെന്ന് പറയുന്നത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞത്. അപ്പോൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ വരുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഏതെന്ന് പറയുന്നത്? സ്റ്റേറ്റ്മെന്റ് ഓഫ് ചേഞ്ചസ് ഇൻ ഫിനാൻഷ്യൽ പൊസിഷനും അതുപോലെ തന്നെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റും. അപ്പൊ എന്താണ് ഈ ഫണ്ട് ഫ്ലോ അല്ലെങ്കിൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നമുക്കറിയണം അല്ലേ. ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനകത്ത് നമ്മൾ പറയുന്ന ടേം ആണ് ഫണ്ട്. ഫണ്ടിന്റെ ഫ്ലോ അറിയാൻ വേണ്ടിയിട്ട് എന്താണ് തയ്യാറാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. അപ്പൊ എന്താണ് ഫണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. The term fund has been defined in a number of ways. എന്താണ് ഫണ്ട് എന്ന് പറയുന്നത്? പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡിഫൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. ഏതൊക്കെയാണ് ആ രീതി എന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ നാരോ സെൻസിൽ പറയുകയാണെങ്കിൽ എന്താണ്, വലുതായിട്ടുള്ള രീതിയൊന്നുമല്ല, ഒരു നാരോ സെൻസിൽ പറയുകയാണെങ്കിൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ക്യാഷ് ഒള്ളിയാണ്. എന്താണ്? ഇൻ നാരോ സെൻസ് ദ ടേം ഫണ്ട് മീൻസ് ക്യാഷ് ഒള്ളി ആൻഡ് എ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർഡ് ഓൺ ദിസ് ബേസിസ് വിൽ സ്റ്റാൻഡ് ഫോർ എ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. എന്താണ്? നാരോ സെൻസിൽ നമ്മൾ പറയുകയാണെങ്കിൽ ഫണ്ടിന്റെ മീനിങ് എന്ന് പറയുന്നത് ക്യാഷ് ഒള്ളിയാണ്. അതുകൊണ്ട് തന്നെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, എന്തിന്റെ ബേസിസിലായിരിക്കും നിൽക്കുന്നത്? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. അതായത് ഫണ്ടിന്റെ മീനിങ് ക്യാഷ് എന്നാണ് എങ്കിൽ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. ക്യാഷിന്റെ ഫ്ലോ എങ്ങനെയാണ് എന്ന് നോക്കുന്നതാണ് നാരോ സെൻസിൽ ഫണ്ട് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്. സച്ച് സ്റ്റേറ്റ്മെന്റ് ഷോ നെറ്റ് എഫക്ട് ഓഫ് വേരിയസ് ബിസിനസ് ട്രാൻസാക്ഷൻ. Net effect of various business transaction on cash and take into account receipt and disbursement of cash only. എന്താ പറഞ്ഞത്? അപ്പൊ നാരോ സെൻസിൽ ഫണ്ട് എന്ന് പറഞ്ഞാൽ ക്യാഷ് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പറയാം. ഇവിടെ നമ്മുടെ ക്യാഷിന്റെ ഡിസ്പേഴ്സ്മെന്റും റെസിപ്റ്റും, അതായത് ക്യാഷ് വന്നതും പോയതും മാത്രമാണ് എന്ത് ചെയ്യുന്നത്, സ്റ്റേറ്റ്മെന്റ് ആക്കുന്നത്. അതാണ് നമ്മൾ നാരോ സെൻസിൽ പറഞ്ഞത്. ഇനി എന്താ കുറച്ചുകൂടി ബ്രോഡർ സെൻസിൽ പറയുകയാണെങ്കിൽ ദ ടേം ഫണ്ട് മീൻസ് മണി വാല്യൂസ് ഇൻ വാട്ട് എവർ ഫോം ഇറ്റ് മേ എക്സിസ്റ്റ്. എന്താണ്? മണി വാല്യൂവിൽ എന്തൊക്കെയാണോ നമ്മുടെ ബിസിനസ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്നത് അതിനെയെല്ലാം നമുക്ക് എന്തെന്ന് പറയാം, ഫണ്ട് എന്ന് ഏത് സെൻസിൽ പറയാം? ബ്രോഡർ സെൻസിൽ പറയാം. അപ്പൊ നാരോ സെൻസിൽ എന്താണ് ഫണ്ട് എന്ന് പറഞ്ഞാൽ ക്യാഷ് മാത്രമായിരുന്നു. ബ്രോഡർ സെൻസ് വരുമ്പോൾ മണി വാല്യൂ ഉള്ള നമ്മുടെ ബിസിനസ്സിൽ എക്സിസ്റ്റ് ചെയ്യുന്ന എല്ലാത്തിനെയും നമുക്ക് എന്തെന്ന് പറയാം, ഫണ്ട് എന്ന് പറയാവുന്നതാണ്. ഹിയർ ഫണ്ട് മീൻസ് ഓൾ ഫിനാൻഷ്യൽ റിസോഴ്സസ്. എന്താണ് ഇവിടെ ഫണ്ട് എന്ന് പറഞ്ഞാൽ? എല്ലാ ഫിനാൻഷ്യൽ റിസോഴ്സസുകളും ആണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? യൂസ്ഡ് ഇൻ ബിസിനസ് വെദർ ഇൻ ദി ഫോം ഓഫ് മെൻ, മെറ്റീരിയൽ, മണി, മെഷീനറി. എന്താണ് നമ്മുടെ ബിസിനസ്സിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ ബിസിനസ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മെൻ, മെറ്റീരിയൽ, മണി അതുപോലെ തന്നെ മെഷീനറി, ഇതിനെല്ലാം നമുക്ക് എന്തെന്ന് പറയാം, ഫിനാൻഷ്യൽ റിസോഴ്സസുകൾ അല്ലെങ്കിൽ ഫണ്ട് എന്ന് ഏത് സെൻസിലാണ്? ബ്രോഡർ സെൻസിൽ പറയാം. അപ്പൊ രണ്ട് കാര്യങ്ങൾ ക്ലിയർ ആയില്ലേ?
നാരോ സെൻസിൽ ഫണ്ട് എന്ന് പറയുമ്പോൾ ക്യാഷ് മാത്രമാണ്. അപ്പോൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ആണ്. ക്യാഷിന്റെ റെസീറ്റ് ആൻഡ് പേയ്മെന്റ് ആണ് അവിടെ വരുന്നത്. ഇനി കുറച്ചുകൂടി ബ്രോഡർ സെൻസിൽ പറയുകയാണെങ്കിൽ ഫണ്ട് എന്ന് പറയുന്നത് മണി വാല്യൂ ഇൻ വാട്ട് എവർ ഫോം ഇറ്റ് മേ എക്സിസ്റ്റ്, അല്ലെങ്കിൽ ഓൾ ഫിനാൻഷ്യൽ റിസോഴ്സസുകൾ എന്ന് പറയാം. ഫിനാൻഷ്യൽ റിസോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ബിസിനസ്സിൽ യൂസ് ചെയ്യുന്ന മെൻ മെറ്റീരിയൽ മണി ആൻഡ് മെഷീനറി ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഫണ്ട് കൊണ്ട് നമ്മൾ ഏത് സെൻസിലാണ് ബ്രോഡർ സെൻസിൽ അർത്ഥമാക്കുന്നത്. ഇനി നമുക്ക് ഒരു സെൻസ് കൂടെ പോപ്പുലർ സെൻസ് ആണ് പറയുന്നത്. നമ്മുടെ പോപ്പുലർ സെൻസിൽ നോക്കുകയാണെങ്കിൽ ദ ടേം ഫണ്ട് മീൻസ് വർക്കിംഗ് ക്യാപിറ്റൽ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പോപ്പുലർ സെൻസിൽ ദ ടേം ഫണ്ട് എന്ന് പറയുന്നത് എന്താണ്? വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. ദാറ്റ് ഈസ് ദ എക്സസ് ഓഫ് കറണ്ട് അസെറ്റ് ഓവർ കറണ്ട് ലയബിലിറ്റി. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സസ് ഓഫ്, അതായത് കറണ്ട് അസെറ്റ് മൈനസ് കറണ്ട് ലയബിലിറ്റി ആണ് എന്തെന്ന് പറയുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതാണ് നമ്മളെ പോപ്പുലർ സെൻസിൽ ഫണ്ട് കൊണ്ട് അർത്ഥമാക്കുന്നത്. അല്ലാണ്ട് ക്യാഷോ ഫിനാൻഷ്യൽ റിസോഴ്സസുകളോ മാത്രമല്ല. എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ കറണ്ട് അസെറ്റ് ആൻഡ് കറണ്ട് ലയബിലിറ്റി, അല്ലെങ്കിൽ എക്സസ് ഓഫ് കറണ്ട് അസെറ്റ് ഓവർ കറണ്ട് ലയബിലിറ്റി ആണ് ഏതെന്ന് പറയുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ. അതാണ് പോപ്പുലർ സെൻസിൽ എന്തെന്ന് പറയുന്നത്? ഫണ്ട് എന്ന് പറയുന്നത്. ദ വർക്കിംഗ് ക്യാപിറ്റൽ കോൺസെപ്റ്റ് ഓഫ് ഫണ്ട് ഹാസ് ബീൻ emerged due to the fact that total resources of the business are invested partly in fixed asset in the form of capital and partly in the form of liquid or near liquid form of working capital. എന്താ പറഞ്ഞത്? നമ്മൾ പോപ്പുലർ സെൻസിൽ പറഞ്ഞു എന്താ ഫണ്ട് എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. ഇനി വർക്കിംഗ് ക്യാപിറ്റൽ ആ ഒരു കോൺസെപ്റ്റിൽ ഫണ്ട് എന്ന് പറയുന്നത് എങ്ങനെയാണ് എമർജ് ചെയ്യുന്നത് എന്നാണ് പറഞ്ഞത്. ടോട്ടൽ റിസോഴ്സസ് ഓഫ് എ ബിസിനസ്, നമ്മുടെ ബിസിനസിന്റെ ടോട്ടൽ റിസോഴ്സസുകൾ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ ലൈബിലിറ്റി അല്ലേ റിസോഴ്സസുകൾ എന്ന് പറയുന്നത്. അത് നമ്മൾ എവിടേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? കുറച്ച് ഭാഗം ഫിക്സഡ് അസറ്റിൽ ഇൻ ദ ഫോം ഓഫ് ക്യാപിറ്റലും, അതുപോലെ തന്നെ ബാക്കി കുറച്ച് ഭാഗം എങ്ങനെയാണ്? ലിക്വിഡ് ഓർ നിയർ ലിക്വിഡ് ഫോം ഓഫ് വർക്കിംഗ് ക്യാപിറ്റലിലും ആണ്. എന്താ പറഞ്ഞത്? നമ്മൾ ക്യാപിറ്റലിലും അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റലിലും ആണ് നമ്മുടെ ഫേമിന്റെ എന്താണ് ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ടോട്ടൽ റിസോഴ്സസുകളെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ വർക്കിംഗ് ക്യാപിറ്റലിന്റെ ഇമ്പോർട്ടൻസ് ആണ് നമ്മൾ പറയുന്നത്. നമ്മുടെ ബിസിനസിന്റെ എന്താണ് അസറ്റുകൾ അല്ലെങ്കിൽ നമ്മുടെ ബിസിനസിന്റെ റിസോഴ്സസിനെ നമ്മൾ എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഫിക്സഡ് അസറ്റിലും അതുപോലെ തന്നെ ലിക്വിഡ് അസറ്റിലും. അപ്പോൾ വർക്കിംഗ് ക്യാപിറ്റലിലും അതുപോലെ തന്നെ ക്യാപിറ്റലുമായിട്ടാണ് ആ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ആ റിസോഴ്സസുകൾ വരുന്നത്. അപ്പോൾ പോപ്പുലർ സെൻസിൽ ഫണ്ട് കൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ കറണ്ട് അസറ്റും കറണ്ട് ലൈബിലിറ്റീസും തമ്മിലുള്ള വ്യത്യാസമാണ്. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ പറയാം? എക്സസ് ഓഫ് കറണ്ട് അസറ്റ് ഓവർ കറണ്ട് ലൈബിലിറ്റി ആണ് ഏതെന്ന് പറയുന്നത്? വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. അപ്പൊ 3 സെൻസിലും എന്താണ് ഫണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. ഇനി ആ ഫണ്ടിന്റെ കോൺസെപ്റ്റ് കുറച്ചുകൂടി നമ്മളൊന്ന് ഡിഫൈൻ ചെയ്യാണ്. ദ നാരോ കൺസെപ്റ്റ് ഓഫ് ഫണ്ട്, ദാറ്റ് ഈസ് ക്യാഷ് ആസ് ദി ഫണ്ട് കൺസെപ്റ്റ്. എന്താണ്? നമ്മൾ നാരോ കൺസെപ്റ്റ് പറഞ്ഞതാണ്. അവിടെ ക്യാഷ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞത്? ഫണ്ട് കൺസെപ്റ്റ് എന്ന് പറഞ്ഞത്. പക്ഷെ ഇതിന്റെ പ്രത്യേകത അല്ലെങ്കിൽ ഇതെന്താണ്? ഫണ്ട് കൺസെപ്റ്റ് ഫെയിൽ ടു റിവീൽ ദി ചേഞ്ചസ് ഇൻ ദി ടോട്ടൽ ഫിനാൻഷ്യൽ റിസോഴ്സസ് ഓഫ് ദി ബിസിനസ്. നാരോ കൺസെപ്റ്റില് നമ്മൾ ഫണ്ട് എന്ന് പറഞ്ഞത് എന്തിനെയായിരുന്നു? നമ്മുടെ ക്യാഷിനെയാണ്, അല്ലെങ്കിൽ ആ ക്യാഷിനെയാണ് നമ്മൾ ഫണ്ട് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് ഫെയിൽ ആവുകയാണ്? നമ്മുടെ ടോട്ടൽ ഫിനാൻഷ്യൽ റിസോഴ്സസിനകത്തുണ്ടാവുന്ന ചേഞ്ചസിനെ ഈ ഒരു ഫണ്ട് കൊണ്ട് നമുക്ക് റിവീൽ ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ? അവിടെ ക്യാഷ് മാത്രമേ എടുക്കുന്നുള്ളൂ, ബാക്കിയുള്ള ഫിനാൻഷ്യൽ റിസോഴ്സസിനെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നില്ല അല്ലെ. അതുകൊണ്ട് തന്നെ അതിനെ പറ്റിയിട്ട് നമുക്ക് അല്ലെങ്കിൽ അതിന്റെ ഐഡിയ അല്ലെങ്കിൽ ആ ചേഞ്ചസ് കണ്ടുപിടിക്കുന്നതിൽ നമ്മൾ പരാജയപ്പെടുകയാണ്. നാരോ കോൺസെപ്റ്റിൽ ഫണ്ട് കൊണ്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്യാഷ് മാത്രമായിട്ട് നോക്കുകയാണെങ്കിൽ. സം സിഗ്നിഫിക്കന്റ് ഐറ്റംസ് സച്ച് ആസ് പർച്ചേസ് ഓഫ് ബിൽഡിംഗ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ഷെയർസ്. എന്താണ്? കുറച്ച് കാര്യങ്ങൾ നമ്മൾക്ക് കിട്ടുന്നില്ല എന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഈ ഒരു ട്രാൻസാക്ഷനിൽ എന്താണ്? ക്യാഷ് നടന്നിട്ടില്ല അല്ലെ, ക്യാഷിന്റെ പേയ്മെന്റോ റെസിപ്റ്റോ നടന്നിട്ടില്ല. പക്ഷെ അവിടെ ഒരു ട്രാൻസാക്ഷൻ നടന്നിട്ടുണ്ട്. നമ്മുടെ ബിസിനസ്സിലേക്ക് ബിൽഡിംഗ് വരികയും അതുപോലെ തന്നെ ബിസിനസ് പുതിയ ഷെയർ ഇഷ്യൂ ചെയ്യുകയും ചെയ്തു അല്ലെ. പർച്ചേസ് ഓഫ് ബിൽഡിംഗ് ഇൻ എക്സ്ചേഞ്ച് ഓഫ് ഷെയർസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഷെയർ കൊടുത്തിട്ടാണ് എന്ത് വാങ്ങിയത്? ബിൽഡിംഗ് വാങ്ങിയത്. അപ്പൊ അവിടെ ഒരു ട്രാൻസാക്ഷൻ ഉറപ്പായിട്ടും ഉണ്ട്. പക്ഷെ അത് ക്യാഷിനെ അഫക്ട് ചെയ്യാത്തിടത്തോളം എവിടെ വരില്ല? നാരോ സെൻസിൽ ഫണ്ടിനകത്ത് ഈ ഒരു കാര്യം വരുന്നതല്ല. അതുപോലെ തന്നെ അടുത്ത് പറയുന്നു ഓർ പേയ്മെന്റ് ഓഫ് ബോണസ് ഇൻ
ഇൻ ദി ഫോം ഓഫ് ഷെയർസ്. എന്താണ്, നമ്മൾ പേയ്മെന്റ് ഓഫ് ബോണസ് നൽകി, പക്ഷെ ക്യാഷ് ബോണസ് അല്ല നൽകിയത്, ഷെയർ ബോണസ് ആണ്. അവിടെ ഒരു ട്രാൻസാക്ഷൻ എറേസ് ആയിട്ടുണ്ട്. ഷെയർ നൽകി ബോണസ് കൊടുത്തു അല്ലേ, ഷെയർ വീണ്ടും ഇഷ്യൂ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടെ ക്യാഷ് വരാത്തിടത്തോളം എവിടെ വരുന്നില്ല, നാരോ സെൻസിൽ ഫണ്ടിന്റെ അണ്ടറിൽ ഇത് വരുന്നതല്ല. അതുപോലെ തന്നെ വിച്ച് ഡു നോട്ട് ഡയറക്ട്ലി അഫക്ട് ക്യാഷ് ഓർ വർക്കിംഗ് ക്യാപിറ്റൽ ആർ നോട്ട് റിവീൽഡ് ഫ്രം ദി അനാലിസിസ് ബേസ്ഡ് ഓൺ ദീസ് കൺസെപ്റ്റ്. അതായത് ഈ ഒരു കൺസെപ്റ്റ് പ്രകാരം ഇവിടെ ക്യാഷോ വർക്കിംഗ് ക്യാപിറ്റലോ അഫക്റ്റ് ആവുന്നില്ല, അതുകൊണ്ട് ഇത് അനാലിസിസിൽ വരുന്നില്ല എന്നാണ് പറഞ്ഞത്. However, the concept of fund as working capital is the most popular one, and a fund flow statement is a statement of sources and application of fund. എന്താണ്, നമ്മൾ പോപ്പുലർ സെൻസിൽ പറഞ്ഞതുപോലെ ഫണ്ട് എന്ന് പറയുന്ന കോൺസെപ്റ്റിന്റെ അർത്ഥം വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. അതാണ് നമ്മൾ മോസ്റ്റ് പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ട് വരുന്നത്. അപ്പോൾ ഫണ്ട് എന്ന് പറയുമ്പോൾ ഏതാണെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക, വർക്കിംഗ് ക്യാപിറ്റലിനെയാണ് നമ്മൾ പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്ന ഫണ്ടിന്റെ മീനിങ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഓഫ് സോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ആണ് എന്ന് പറയാം. അപ്പൊ എന്താ പറഞ്ഞത്, നമ്മൾ പോപ്പുലർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഫണ്ട് എന്ന് പറയുന്നത് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. അതുകൊണ്ട് തന്നെ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്താണ് എന്ന് പറയാം, സ്റ്റേറ്റ്മെന്റ് ഓഫ് സോഴ്സസ് ആൻഡ് ആപ്ലിക്കേഷൻ ഓഫ് ഫണ്ട് ആണ് എന്ന് പറയാം. there are two concept of working capital. എന്താണ്, വർക്കിംഗ് ക്യാപിറ്റലിന് രണ്ട് കോൺസെപ്റ്റുകളാണുള്ളത്, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും അതുപോലെ തന്നെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും. അല്ലെങ്കിൽ ഗ്രോസ് കൺസെപ്റ്റും നെറ്റ് കൺസെപ്റ്റും ആണ് വരുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്ത് പഠിക്കുക, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലും അതുപോലെ തന്നെ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റലും. അതിൽ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ എന്താണ്, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ റിഫേഴ്സ് ടു ദി ഫേംസ് ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഓൾ കറണ്ട് അസറ്റ്. എന്താണ്, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ഓൾ കറണ്ട് അസറ്റ് ആണ്. അതായത് ഒരു ഫേം കറണ്ട് അസറ്റിൽ എത്രമാത്രമാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അതിന്റെ ടോട്ടൽ, അല്ലെങ്കിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ് ആണ് ഏതെന്ന് പറയുന്നത്, ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എങ്കിൽ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്തായിരിക്കും, വൈൽ ദി ടേം നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ മീൻസ് എക്സസ് ഓഫ് കറണ്ട് അസറ്റ് ഓവർ കറണ്ട് ലൈബിലിറ്റി. എന്താണ്, കറണ്ട് അസറ്റും കറണ്ട് ലൈബിലിറ്റീസും തമ്മിലുള്ള വ്യത്യാസമാണ് എന്തെന്ന് പറഞ്ഞത്, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞത്. അപ്പൊ ഒന്നുകൂടെ പറഞ്ഞുതരാം, വർക്കിംഗ് ക്യാപിറ്റലിന് രണ്ട് കോൺസെപ്റ്റുകളാണുള്ളത്, ഗ്രോസ് കോൺസെപ്റ്റും അതുപോലെ തന്നെ നെറ്റ് കോൺസെപ്റ്റും. അതിൽ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ടോട്ടൽ ഓഫ് കറണ്ട് അസറ്റ് ആണ്. അങ്ങനെയാവുമ്പോൾ നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്, കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി, അല്ലെങ്കിൽ എക്സസ് ഓഫ് കറണ്ട് അസറ്റ് ഓവർ കറണ്ട് ലൈബിലിറ്റി ആണ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ഫോർ ദി ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ദ കോൺസെപ്റ്റ് ഓഫ് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഈസ് മോസ്റ്റ് പോപ്പുലർലി യൂസ്ഡ്. എന്താണ്, നമ്മൾ ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പറയുമ്പോൾ ഗ്രോസ് വർക്കിംഗ് ക്യാപിറ്റലിനേക്കാൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്, നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ആണ്. അതാണ് നമ്മൾ പറഞ്ഞത്, ഏതാണ്, കറണ്ട് അസറ്റ് മൈനസ് കറണ്ട് ലൈബിലിറ്റി ആണ് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്, ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റിൽ വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നെറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ അല്ലെങ്കിൽ എക്സസ് ഓഫ് കറണ്ട് അസറ്റ് ഓവർ കറണ്ട് ലൈബിലിറ്റി ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ ഒരു ഫണ്ട് ഫ്ലോ സ്റ്റേറ്റ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കുറച്ച് ടേംസുകളാണ് പഠിക്കാനുള്ളത്. നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ള ടേംസുകളാണ്, എങ്കിലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാം. ഫസ്റ്റ് വൺ, കറണ്ട് അസറ്റ്. എന്താണ് കറണ്ട് അസറ്റ് എന്ന് അറിയാലോ, നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലും കറണ്ട് അസറ്റ് പറഞ്ഞതാണ് അല്ലേ. എന്താണ്, ഒരു വർഷത്തിനുള്ളിൽ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളാണ് ഏതെന്ന് പറയുന്നത്, കറണ്ട് അസറ്റ്. അപ്പോൾ വിത്തിൻ വൺ ഇയർ ആണ് നമ്മുടെ കറണ്ട് അസറ്റിന്റെ മെച്യൂരിറ്റി എന്ന് പറയുന്നത്. നോക്കാം, കറണ്ട് അസറ്റ് ആർ ദി അസറ്റ് വിച്ച് ആർ ലൈക്ലി ടു ബി കൺവേർട്ടഡ് ഇൻടു ക്യാഷ് ഓർ ക്യാഷ് ഇക്വലൻസ് within 12 months from the date of balance sheet or within the period of operating cycle. കറണ്ട് അസറ്റ് ഇൻക്ലൂഡ് എന്തൊക്കെയാണ് എന്ന് പറയാം. അപ്പൊ ആദ്യം എന്താ പറഞ്ഞത്, കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞാൽ അസറ്റുകളാണ്. ഇതിന് നമുക്ക് എന്തായിട്ട് ക്യാഷോ അല്ലെങ്കിൽ ക്യാഷ് ഇക്വലന്റോ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നത് എത്ര സമയം മുതലാണ്, വിത്തിൻ 12 months, അതായത് ഒരു വർഷത്തിനുള്ളിൽ ക്യാഷോ അല്ലെങ്കിൽ ക്യാഷ് ഇക്വലന്റോ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളാണ് ഏത്, കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞത്. ഫ്രം ദി ഡേറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ് മുതൽ 12 മാസത്തിനുള്ളിൽ എന്താണ്, ക്യാഷോ ക്യാഷ് ഇക്വലന്റോ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നു. അല്ലെങ്കിൽ വിത്തിൻ ദി പീരീഡ് ഓഫ് ഓപ്പറേറ്റിംഗ് സൈക്കിൾ, നമ്മുടെ ഒരു ഓപ്പറേറ്റിംഗ് സൈക്കിളിന്റെ പീരീഡിനകത്ത് നിന്നുകൊണ്ട് ക്യാഷ് അല്ലെങ്കിൽ ക്യാഷ് ഇക്വലന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന അസറ്റുകളാണ് കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് കറണ്ട് അസറ്റിന്റെ അണ്ടറിൽ ഏതൊക്കെയാണ് വരുന്നത് എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ്, അതായത് ക്യാഷോ ക്യാഷിന് തുല്യമായിട്ടുള്ളതോ. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ പറയാം, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്,
ചെക്ക്, ഡ്രാഫ്റ്റ് ഇൻ ഹാൻഡ്, ഇതൊക്കെ എന്താണ് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസിന്റെ അണ്ടറിൽ വരുന്നതാണ്. അതുപോലെ രണ്ടാമത് പറയുന്നത് ട്രേഡ് റിസീവബിൾസ് ആണ്. എന്താണ് ട്രേഡ് റിസീവബിൾ? നമ്മൾ ബിൽ റിസീവബിളും അതുപോലെ തന്നെ സൺട്രി ഡെറ്റേഴ്സും കൂടെ ചേരുന്നതാണ് ട്രേഡ് റിസീവബിൾ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് എന്ത് കുറയ്ക്കാം? പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ഉണ്ടെങ്കിൽ അത് ഡിഡക്ട് ചെയ്തിട്ടുള്ള ഫിഗർ ആണ് ട്രേഡ് റിസീവബിളിൽ വരുന്നത്. അപ്പൊ എന്താണ് പറഞ്ഞത്? ആദ്യം ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലൻസ്, രണ്ടാമതായിട്ട് ട്രേഡ് റിസീവബിൾ, അവിടെ എന്താണ് ബിൽസ് റിസീവബിൾ ആൻഡ് സൺട്രി ഡെറ്റേഴ്സ് ലെസ് പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്. അതുപോലെ തന്നെ മൂന്നാമത് പറയുന്നു ഇൻവെന്ററീസ് ഓർ സ്റ്റോക്ക് ഓഫ് ഗുഡ്സ്. എന്താണ് നമ്മുടെ സ്റ്റോക്കിന്റെ കാര്യമാണ് പറയുന്നത്. ഇൻവെന്ററി എന്ന് പറയുന്നത് സ്റ്റോക്ക് തന്നെയാണ്. എക്സെപ്റ്റ് സ്റ്റോർ ആൻഡ് സ്പെയർ, ലൂസ് ടൂൾസ് എക്സെട്ര. ഇവിടെ നമ്മൾ എന്തെടുക്കാൻ പാടില്ല? സ്റ്റോഴ്സ് ആൻഡ് സ്പെയർസും ലൂസ് ടൂൾസും എടുക്കാൻ പാടില്ല. ബാക്കിയുള്ള സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ആണ് നമ്മുടെ ഇൻവെന്ററി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അടുത്ത് വരുന്നതാണ് കറണ്ട് ഇൻവെസ്റ്റ്മെന്റ്. എന്താണ് ഒരു വർഷത്തിനുള്ളിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന ഇൻവെസ്റ്റ്മെന്റ് ആണ് ഏത്? കറണ്ട് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഷോർട്ട് ടേം ലോൺസ് ആൻഡ് അഡ്വാൻസ്മെന്റ് അല്ലെങ്കിൽ അഡ്വാൻസസ്, നമ്മൾ ഒരു വർഷത്തിലേക്കൊക്കെ എന്താണ് ആർക്കെങ്കിലും ലോൺ അഡ്വാൻസ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ അതും നമ്മുടെ കറണ്ട് അസറ്റ് ആണ്. പിന്നീട് അതർ കറണ്ട് അസറ്റിൽ നമ്മൾ കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് ഐറ്റംസ് ആണ് പറയുന്നത്. പ്രീപെയ്ഡ് എക്സ്പെൻസ്, അക്രൂഡ് ഇൻകം, അഡ്വാൻസ് ടാക്സ് പെയ്ഡ്, ഇതൊക്കെ എന്താണ് കറണ്ട് അസറ്റിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ആദ്യത്തെ ടേം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ബാക്കി ക്ലാസ്സിലൂടെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.